അറിവില്ലാതെ പെട്ടെന്ന് ദേഷ്യത്തിന് അള്ളാഹു പോലും പൊറുക്കില്ല എന്ന വാക്ക് ഉപയോഗിച്ചു പോയി. തെറ്റാണ് തെറ്റാണ് പറഞ്ഞത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തൗബ ചെയ്തു എന്ന്. തൗബ ചെയ്യണം, അതാണ് അതിന് ചെയ്യേണ്ടത്. ഒരാൾക്കും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റാഹിമാണ്. പാപം ചെയ്തവരുടെ പാപം പൊറുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു രൂപമാണ്. പാപം ചെയ്തവരുടെ പാപം പൊറുക്കുക എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരാൾക്ക് കിട്ടൂല എന്ന് നമ്മളെങ്ങനെ പറയാ? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, രണ്ട് മനുഷ്യർ, നിങ്ങൾക്ക് മുമ്പുള്ള രണ്ട് മനുഷ്യർ, അവരിൽ ഒരാൾ നല്ല മനുഷ്യനാണ്. രണ്ടുപേരും ചെറുപ്പം മുതലേ കൂട്ടുകാരൊക്കെ ആയിട്ട് ജീവിച്ച രണ്ടാളുകൾ. ഒരാൾ നല്ല മനുഷ്യൻ, മറ്റേ എപ്പോഴും ഇങ്ങനെ തിന്മകളും തെറ്റുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇയാളിങ്ങനെ ഉപദേശിക്കും, എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഈ നല്ല മനുഷ്യനിങ്ങനെ ഉപദേശിക്കും. ഒരു ദിവസം ഇയാൾ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, ശരി, ഈ എൻ്റെ ഉപദേശമൊക്കെ ആയിട്ടൊന്ന് പോ, ഞാനും എൻ്റെ റബ്ബും കൂടി തീരുമാനിച്ചുകൊണ്ട് എൻ്റെ കാര്യം ജി ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞൊന്ന് ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയും എനിക്ക് പടച്ചോൻ പോലും പുറത്തു തരാതിരിക്കട്ടെ എന്ന് അയാൾ പറയുകയും ചെയ്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ ഈ പറഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോയിന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പാപം പടച്ചോൻ പുറത്തോളൂ, ഇജ്ജ് എന്തിനാ നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുമാക്കി എന്ന. എന്താ കാരണം? അയാൾക്ക് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൽ പ്രതീക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കും എന്ന വിശ്വാസവുമുണ്ട്. ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആ തെറ്റ് പൊറുക്കാൻ എൻ്റെ റബ്ബിന് കഴിയുമെന്ന വിശ്വാസമുണ്ട്. അദ്ദേഹം അത് തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ. എന്നാൽ ഇയാൾ നല്ല മനുഷ്യനാണ്, ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യമായ ഇസ്തിഗ്ഫാർ, മഗ്ഫിറത്ത് ഇന്നയാൾക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ കുറ്റമായിട്ടാണ് അള്ളാഹു എടുത്തത്. അതുകൊണ്ട് ഇതൊരു സാധാരണ നിസ്സാര കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. ഇത് ചിലപ്പോൾ വലിയ ഈറത്തൊക്കെ ഉള്ള ആളുകൾക്ക് സംഭവിച്ചു പോകുന്നതാണ്. തെറ്റുകൾ കാണുന്ന സമയത്ത് ആ തെറ്റുകൾ ഉപദേശിക്കുകയും അതിനെ എതിർക്കുന്ന ആളുകളോട് എന്നാ എനിക്ക് പടച്ചവനും പുറത്തരായിരിക്കട്ടെ, ഇജ്ജ് നരകത്ത് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അതൊരിക്കലും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ ഈ തെറ്റ് ചെയ്യുന്നവന് ഓനക്ക് ആത്മാർത്ഥമായ മനസ്താപമൊക്കെ ഉണ്ടാകും, ഓൻ മരിക്കണതിൻ്റെ പിന്നെ തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും, അവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഈ പറഞ്ഞ കാരണത്താൽ നമ്മൾ നരകത്തിൽ പോവുകയും ചെയ്യും. കാരണം അള്ളാഹു ഈ ചെയ്ത തെറ്റ് അവൻ ചെയ്യുന്ന തെറ്റുകളെക്കാൾ വലിയ തെറ്റായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നത്. അതുകൊണ്ട് വലിയ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സുഹൃത്ത് തൗബ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കുമാറാകട്ടെ.